Thank you, Dr. Dhanesh. Thank you, Dr. Shweta, for a nice presentation. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2125 ദിവസം. ഇന്ന് മലയാളം വിഭാഗത്തിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ഹരിഹരൻ സാറാണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിഹരൻ ഡോക്ടർ ആലപ്പുഴ ജില്ലയിൽ ആണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ആലപ്പുഴ ജില്ലയിൽ IHKയുടെ ജില്ലാ പ്രസിഡന്റായി ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ നിന്ന് ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. കൂടാതെ ധാരാളം പ്ലാറ്റ്ഫോമുകളിൽ ഇതുപോലെ ക്ലാസ് എടുക്കുന്നു. IFPHന്റെ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ദിവസവും പങ്കെടുക്കുകയും തൻ്റെതായ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ഡോക്ടറാണ്. പല ദിവസവും ലാസ്റ്റ് അഭിപ്രായങ്ങളാണെങ്കിൽ ഇപ്പൊ സാറ് ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് സാർ എടുക്കുന്ന വിഷയം കുട്ടികളിൽ കാണുന്ന വിവിധ തരം കോൺസ്റ്റിറ്റ്യൂഷനുകളും ഹോമിയോപ്പതിക്ക് അപ്രോച്ചും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഹരിഹരൻ ഡോക്ടറെ ഇന്നത്തെ സെഷനിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇത് 4ാമത്തെ ക്ലാസ് ആണേ. സാറ് നേരത്തെയും എടുത്തിട്ടുണ്ട് ക്ലാസ്. അല്ല, അത് ഞാൻ വരുന്നതിന് മുമ്പായിരിക്കും. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസവും ഇതിപ്പോ രണ്ടാമത്തെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഹരിഹരൻ ഡോക്ടർ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ കേറിയത് തന്നെ. ഞാൻ കേട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് കേൾക്കാൻ പറ്റിയുമില്ല. തീർച്ചയായിട്ടും നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇപ്പൊ തന്നെ 2-3 മിനിറ്റ് വൈകിട്ടുണ്ട്. ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കേൾക്കാം, കാണാം, കുഴപ്പമില്ല. ഓക്കെ, ശരി. എന്തായാലും എൻ്റെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ഞാൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. എന്താ തുടങ്ങണ്ടേ? ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. അതായത് പീഡിയാട്രിക് എയിൽമെൻസ് ആണ് തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ. നമ്മുടെ മോഡറേറ്ററൊക്കെ അഭിപ്രായം ചോദിക്കാം. ഞാൻ ഈ ഇപ്പോഴുള്ള ഫീവർ ആൻഡ് കോൾഡ് എടുക്കണോ, അതോ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കണോ, അതോ ബ്രോങ്കൈറ്റിസ് ആസ്മ അതെടുക്കണോ, കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കണോ? ഇതിലേത് എടുക്കണം എന്നാണ് എനിക്കൊരു കൺഫ്യൂഷൻ. നിങ്ങൾ പറയുന്ന ഏതും എടുക്കാൻ ഞാൻ തയ്യാറാണ്. സാറ് കഴിഞ്ഞ ദിവസം എടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതേ അല്ല, കഴിഞ്ഞ ദിവസം എടുത്തത് ഏതാന്ന് വെച്ചാൽ കുട്ടികളുടെ പല പല അസുഖങ്ങളായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ആൾറെഡി കൊടുത്തിരിക്കുന്ന വിഷയം പോലെ പലതരം കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കുട്ടിയെ കണ്ടാൽ നമുക്കത് ട്രമോർ ആണോ, അതേ സൈലീഷ്യ ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിസിൻ ആണോ, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഓരോ കുട്ടിയെ കണ്ടാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ് തന്നെ ആയിരിക്കും നല്ലത്. അതാണോ വേണ്ടേ? അത് തന്നെ മതി. കുട്ടികളിൽ കാണുന്ന ഞാൻ വിചാരിച്ച എന്നാ ഇപ്പം പനിയുടെ സീസൺ അല്ലേ? അല്ല, അത് നമുക്ക് അത് വേണം. അത് ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് തീർച്ചയായിട്ടും താമസിയാതെ അത് ആയിക്കോട്ടെ. ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ വിചാരിച്ചത് ഈ പനിയും കുറുങ്ങലും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോ, അതെല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കണമെങ്കിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. ഓക്കെ, അത് മതി. എന്താ ധനേഷ്? സാറേ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആൾക്കാർക്ക് വേണ്ടത്. പിന്നീട് അതെന്താണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ഈ മറ്റേ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒക്കെ പലതും നമ്മൾ ക്ലാസ്സുകൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ഈ ഒരു ക്ലാസ് അങ്ങനെ ഒരു അടുത്ത സമയത്തൊന്നും വരാറില്ല. അതേ ഉള്ളൂ. എന്റെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇല്ല, അതല്ലേ പറഞ്ഞ. അതാണ് നമ്മൾ സാറിൽ നിന്ന് പ്രതീക്ഷിക്കും. എന്നാ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ.
ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ പെഡിയാട്രിക് കോൺസ്റ്റിറ്റ്യൂഷനിലെ മുഖ്യമായിട്ടുള്ള ചില കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറമെറ്റ്, 1 ഓറമെറ്റ്, 2 ബാരറ്റൈക്കാർബ്, 3 അർജന്റൻ നൈട്രിക്കം, 4 കാൽക്കേരിയ കാർബ്, 5 ലൈക്കോപോഡിയം, 6 മെഡോറിനം, 7 പൾസാറ്റില, 8 ഫോസ്ഫറസ്. ഇതൊക്കെ പോളിക്രസ്റ്റിന്റെ വകുപ്പിൽ വരുന്നതാണ്. പിന്നെ സിലീഷ്യ, പിന്നെ ട്യൂബർകുലിനം, കമോമില, സ്ട്രാമോണിയം, ഹയോസിയാമസ്, സിന, സൾഫർ. ഇത്രയാണ് സാധാരണ പീഡിയാട്രിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇതിനകത്ത് നക്സോമിക്കയും കൂടെ ഉണ്ട്. നക്സോമിക്ക ഞാൻ പറഞ്ഞില്ല നമുക്ക്. അപ്പോ നമുക്കിപ്പോ ഈ ഓറമെറ്റ് ചൈൽഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതെന്ന് ഞാനൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തന്നിട്ട് തുടങ്ങാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതായത് നമ്മുടെ ക്രോമോസോംസ് 23 ക്രോമോസോംസ് ആണ്. അത് ആ ക്രോമോസോംസ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ വരുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസ്. പിന്നെ വരുന്നത് DNA ആണ്. ക്രോമോസോമിൽ DNA ഉണ്ടാവും. DNA കഴിഞ്ഞാൽ പിന്നെ ജീൻസ് ഉണ്ടാവും. ഈ ജീൻസ് എന്ന് പറയുന്നത് ആണ് ഒരു വ്യക്തിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ശൈല ഡോക്ടർ ഇപ്പൊ എൻ്റെ മുന്നിൽ വന്നിരിക്കുക. അപ്പൊ ശൈല ഡോക്ടറുടെ സെല്ല് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ക്രോമസോംസ് എടുത്ത് പരിശോധിച്ചു. അത് കഴിഞ്ഞ് DNA നോക്കി. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ ജീൻസ് നോക്കി. അപ്പൊ ജീൻസ് മാപ്പിംഗ് ആണ്. ഇങ്ങനെ അതിനകത്ത് മാപ്പ് ചെയ്ത് ഇട്ടിട്ട്. അപ്പോ ഈ ജീൻസിന്റെ അതിനകത്തുള്ള ഒരു എക്സാക്ട് റെപ്ലിക്കയാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്, ശൈല ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി. അതിനകത്ത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഡയബറ്റിക് ജീൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഡയബറ്റിക് ജീൻ ഉണ്ട്. ഈ ഡയബറ്റിക് ജീന് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ശൈല ഡോക്ടറുടെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അപ്പൂപ്പനിൽ നിന്നോ അപ്പൂപ്പന്റെ അപ്പൂപ്പനിൽ നിന്നോ അപ്പൂപ്പന്റെ അച്ഛനിൽ നിന്നോ ആ ഹെറിഡിറ്ററി ആയിട്ട് ഏതോ ഒരു ഇതിനകത്ത് വന്ന് കൂടിയിരിക്കുന്നതാണ് അത്. പക്ഷേ അത് ശൈല ഡോക്ടറുടെ അതിനകത്ത് വന്നപ്പോൾ ദാറ്റ് ജീൻ ഈസ് ദെയർ. അത് ആ ജീൻ പക്ഷേ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അത് ആക്ടിവേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു 40ാമത്തെ വയസ്സിലോ മറ്റോ ആക്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ശൈല ഡോക്ടർ ഡയബറ്റിക് ആയി മാറിയേനെ. അപ്പോ ഈ ഹോമിയോപ്പതിയും ഇതുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുവാണെങ്കിൽ അതിനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഈ വ്യക്തിയെ നമ്മുടെ കേസ് എടുക്കുകയും ഇതിന്റെ ട്രേറ്റ്സും മൈൻഡും ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുക. കേസ് എടുത്തിട്ട് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് പറ്റിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ജീൻസിൽ ആക്ട് ചെയ്യും. മെഡിസിൻ ജീൻസിൽ ആക്ട് ചെയ്യുകയും ആ ഉണ്ടാകാൻ പോകുന്ന രോഗത്തെ തടയുകയും ചെയ്യും. എന്നാൽ ഇതിനകത്തൊരു വലിയ കുഴപ്പമുള്ള എന്താന്ന് വെച്ചാൽ, ഈ ജീൻ ഇപ്പൊ ഡയബറ്റിക് ജീൻ ആണെങ്കിൽ ഈ ഡയബറ്റിക് ജീൻ വർക്കൗട്ട് ചെയ്യുന്നതിന് ചില കെമിക്കൽ കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പക്ഷെ അതിന്റെ ആ വേരിയേഷൻ അനുസരിച്ചാണ് ഓരോ രോഗങ്ങളിലെയും അത് വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം പേഴ്സണലൈസ് മെഡിസിൻ എന്നും പറഞ്ഞ്
മോഡേൺ സയൻസ് ഇപ്പം ഇപ്പൊ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം എത്രയോ നാൾ അതിനു മുമ്പ് തന്നെ ഡോക്ടർ ഹനിമാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കുട്ടിയുടെ സെൽസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഈ കുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന രോഗങ്ങളെല്ലാം അതിനകത്ത് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നമ്മള് ഈ കുട്ടിക്ക് ഈ ഹോമിയോപ്പതി പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള പല രോഗങ്ങളെയും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിന്റെ ഒരു പ്രത്യേകത. അപ്പോ ഇത് ഈ കുട്ടികളിലെ ആണല്ലോ നമ്മളിപ്പം ചെയ്യുന്നത്. ക്ലാസ് എടുക്കാൻ പോകുന്ന കുട്ടികളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. വലിയവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വേറെ ഒരു ക്ലാസ്സിലെടുക്കാം വിത്ത് ഫോട്ടോസ്. അപ്പം ഈ കുട്ടിക്കാലത്തുണ്ടാകുന്ന ട്രേറ്റ്സ് മനസ്സിലാക്കിയിട്ട് നമുക്ക് അത് പറ്റിയ മെഡിസിൻ കൊടുത്താൽ മതി. കൊടുക്കുന്ന പല രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാം. പക്ഷെ എന്നാൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി ഘടകങ്ങൾ വേറെയുണ്ട്. ഒന്നാമത്തെ കാര്യം ഫുഡ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ക്യാൻസർ ജീനുള്ള ഒരാളിന് ജങ്ക് ഫുഡ് കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജീൻ ആക്ടിവേറ്റ് ചെയ്യുകയും അത് ഒരു കാർസിനോജൻ ആയിട്ട് അത് വർക്ക് ചെയ്ത് ആ ആളിന് ക്യാൻസർ വരും. പക്ഷേ ആ ആളിന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് ഈ കാർസിനോജനിക് ആയിട്ടുള്ള ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുകയും നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുക്കുകയും വേണം. അങ്ങനെ വന്നാൽ ഇത് നമുക്ക് നേരത്തെ തന്നെ തടയാം. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിന്റെ പ്രത്യേകത. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വാസ്തവത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരടിത്തറയാണ്. അതായത് ഒരു കുട്ടി നമുക്ക് പല മരുന്നുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെയും അത് റിക്കർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ആ രോഗങ്ങൾ റിക്കർ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി കാൽക്കരിയ കാർബ് ആണ് എങ്കിൽ നമ്മൾ ആ കാൽക്കരിയ കാർബ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആയിട്ട് കൊടുക്കണം. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ കുട്ടിക്ക് ഏത് മരുന്ന് കൊടുത്താലും സിംറ്റമാറ്റിക് ആയിട്ട് കൊടുത്താലും അതിശയകരമാംവിധം വർക്കൗട്ട് ചെയ്യും. അത് എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പം ആസ്തമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കിയിട്ട് ഈ മെഡിസിൻ കൊടുക്കുകയും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഏത് മെഡിസിൻ കൊടുത്താലും അയാളുടെ സിംറ്റമാറ്റിക് ആയിട്ട് കാണുന്ന ഏത് മെഡിസിൻ കൊടുത്താലും വണ്ടർഫുൾ ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ 40-49 വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമായത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിക്കുകയും ചിന്തിക്കുകയും പിന്നെ കുട്ടികളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മളിപ്പോൾ പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഓർമെറ്റ് തന്നെ എടുത്തോളുക. ഓർമെറ്റ് എടുക്കുമ്പോൾ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാധാരണയായിട്ട് ഈ ഉദാഹരണമായിട്ട് ഇപ്പൊ അച്ഛൻ മരിച്ച ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചുള്ള 3 കുട്ടികളുണ്ട്. അതിൽ എൽഡസ്റ്റ് കുട്ടി ഒരു ഓർമെറ്റ് ചൈൽഡായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതായത് എൽഡസ്റ്റ് ചൈൽഡ് ഓഫ് എ ഫാമിലി ആണ് അതിന്റെ ഫാദർ ഈസ് നോ മോർ. അങ്ങനെ ഒരു സാധ്യത കിടപ്പുണ്ട്. പിന്നെ ഈ ഓർമെറ്റ് കുട്ടിയുടെ മെന്റൽ കണ്ടീഷൻ പറയുവാണെങ്കിൽ എയിൽമെന്റ്സ് ഫ്രം ഫിയർ, പേടി കൊണ്ടുള്ള എയിൽമെന്റ്സ്, അതുപോലെ തന്നെ ആങ്കർ, ദേഷ്യം ഉണ്ടായിരിക്കും ഈ കുട്ടിക്ക്. പിന്നെ മോർട്ടിഫിക്കേഷൻ, വെക്സേഷൻ, ഇതെല്ലാം ആ കുട്ടിയിൽ ഉണ്ടാവും. പിന്നെ ഈ മൂത്ത കുട്ടിയായതുകൊണ്ട്
അൺയൂഷ്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടി വരികയും ചെയ്യുന്നതുകൊണ്ട് ഈ കുട്ടി ഒരു ഓർമ്മറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കുട്ടി വളരെ ഒരു ക്വാറസം ആയിട്ടുള്ള, അതായത് എപ്പോഴും വഴക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രകൃതമാണ്. ഇപ്പൊ നമ്മൾ വെക്സേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഈ വെക്സേഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ പറയും ഈ ശല്യം സഹിക്കാൻ വയ്യാതിരിക്കുക. പിന്നെ ഈ മോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപമാനം. ഈ മോർട്ടിഫിക്കേഷനും ഇൻഡിഗ്നേഷനും കൊണ്ടുണ്ടാകുന്ന ഒരു വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ് ഉണ്ട്, ഈ സ്റ്റാഫിസാഗ്രിയ. അത് അങ്ങനെയുള്ള ഒരു മരുന്നാണ്. പിന്നെ ഈ അതായത് ഈ കുട്ടിയെ മറ്റ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത് അതിന് ശല്യം സഹിക്കാൻ വയ്യാതെ വരിക. അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഓറമെറ്റിന്റെ ഇത് കാണാറുണ്ട്. അതുപോലെ ഈ ഓറമെറ്റ് കുട്ടി വളരെ സെൻസിറ്റീവ് ആയിരിക്കും, ഓവർ സെൻസിറ്റീവ് ആയിരിക്കും ഓറമെറ്റ് കുട്ടി. പിന്നെ ഒരു കോൺട്രഡിക്ഷനും ഈ കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. അതായത് എന്ത് പറഞ്ഞാലും അത് അനുസരിച്ചോണം, ഇല്ലെങ്കിൽ ഒരു കോൺട്രഡിക്ഷനും ഈ കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും, ചിരിക്കാൻ അറിയാൻ മേല. അത് ഈ കുട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. എപ്പം നോക്കിയാലും സീരിയസ് ആയിട്ടിരിക്കും, ഒരു ചിരിക്കാനായിട്ട് ഈ കുട്ടിക്ക് അറിയാൻ മേല. അതുകൊണ്ട് പിന്നെ വേറെ ഒരു പ്ലസ് പോയിന്റ് ഉള്ള എന്താന്ന് വെച്ചാൽ, ദിസ് ഓറമെറ്റ് ചൈൽഡ് ഈസ് ഹൈലി ഇന്റലക്ച്വൽ. നല്ല ബുദ്ധി ഉണ്ടായിരിക്കും ഈ ഓറമെറ്റ് ചൈൽഡിന്. ഈ കുട്ടി വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, enters to the clinic in front of their parents and narrates her complaints boldly. അവള് അകത്തോട്ട് വന്നു കഴിഞ്ഞാല് അവളുടെ കംപ്ലൈന്റ് കംപ്ലീറ്റ് അവള് നമ്മുടെയൊക്കെ പറയും. യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ, ലജ്ജയില്ലാതെ കംപ്ലീറ്റ് നമ്മുടെയൊക്കെ പറയും. അതാണ് ആ കുട്ടിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ ലൊക്വാസിറ്റി ഉണ്ട്, സംസാരിക്കും നന്നായിട്ട്, ലൊക്കേഷ്യസ് ആണ്. അതാണ് ലൊക്വാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യും. എന്താ ഡോക്ടറെ അങ്ങനെ പറഞ്ഞ്, എന്താ ഡോക്ടറെ ഇങ്ങനെ പറഞ്ഞ് എന്നും പറഞ്ഞ് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും. അത് ഈ ഓർമെറ്റ് ചൈൽഡിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ക്ലാസ് നമ്മുടെ അടുക്ക വന്നിരുന്നാല്, സ്റ്റൂളെ വന്നിരുന്നാൽ ഇറക്റ്റ് ആയിട്ടേ ഇരിക്കുള്ളൂ, ഇറക്റ്റ് ആയിട്ടേ ഇരിക്കുള്ളൂ, അല്ലാതെ കൂനിക്കൂടിയൊന്നും ഇരിക്കത്തില്ല. അതേസമയം പൾസാറ്റിലെ അങ്ങനെയല്ലല്ലോ. പൾസാറ്റില നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. പൾസാറ്റില പെൺകുട്ടികള് കൊച്ചു പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവര് നമ്മുടെ അടുത്തോട്ട് തന്നെ വരും. അടുത്തോട്ട് വന്ന് ഷീ വെരി മച്ച് ഫോൺ ടു അസ്. അതാണ് പൾസാറ്റിലയുടെ പ്രത്യേകത. പിന്നെ ഈ ആറോമെറ്റ് ചൈൽഡ് എക്സ്ട്രോവെർട്ടഡ് അല്ല, ദേ ആർ ഇൻട്രോവെർട്ടഡ് ആണ്. അവളുടെ ഈ ഫേസിൽ നിന്ന് നമുക്ക് അവളുടെ ഡിപ്രഷൻ വായിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. ഇൻട്രോവെർട്ടഡ് ആണ്. വി കാണ്ട് റീഡ് ഡിപ്രഷൻ ഫ്രം ഹെർ ഫേസ്. ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് ഒരു ഓറമെറ്റ് ചൈൽഡില് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് മെഡിസിൻ ഈസ്, അടുത്തതിലേക്ക് നമ്മൾ പോവുക. അടുത്തതിലേക്ക് പോകുമ്പോൾ വരുന്നത് ബറൈറ്റാകാർബാണ്. ബറൈറ്റാകാർബിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. എന്താന്ന് വെച്ചാൽ ഒരു വിഡ്രോയിങ് ടൈപ്പാണ്. അകത്ത് കയറി വന്നു കഴിഞ്ഞാല് അമ്മയുടെ സാരി തുമ്പെ പിടിച്ചോണ്ട്, മറ്റേ ഓറമെറ്റ് ബോൾഡായിട്ട് സംസാരിക്കുന്ന സ്ഥാനത്ത് ബറൈറ്റാകാർബ് ചൈൽഡ് വിഡ്രോയിങ് ആണ്, പുറകോട്ട് ഇങ്ങനെ മാറി നിൽക്കും. പിന്നെ ഹൈപ്പോ ആക്റ്റീവ് ആണ്, അതായത് ആക്ടിവിറ്റീസ് കുറവാണ്. അവിടെ വന്നാൽ തന്നെ അധികം ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല. ഹൈപ്പോ ആക്റ്റീവ് ആണ്. പിന്നെ ഒരു ഇമാസിയേറ്റഡ് ടൈപ്പ് ആയിരിക്കും. ശരീര ബോഡിയൊക്കെ ഒരു ഇമാസിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഡ്വാർഫിഷ് ആണ്, പൊക്കം ഉണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ വളർച്ചയില്ല. അതുകൊണ്ടാണ്
അങ്ങനെ വരാൻ കാര്യം. ബരൈറ്റ കാർബ് ചൈൽഡ് അങ്ങനെ അത് ഈ ഇപ്പൊ നമ്മൾ മോഡേൺ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഈ തൈറോയിഡും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. പല ഹോർമോൺസുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അതായത് ചിലപ്പം തൈറോയിഡ് ഉള്ള ഒരു അമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് ബരൈറ്റ കാർബ് ചൈൽഡ് ആയിരിക്കും. അത് നോക്കാം, ചിലപ്പം ബരൈറ്റ കാർബ് ചൈൽഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ബരൈറ്റ കാർബ് സാധാരണയായിട്ടൊരു സോറിക് നേച്ചറാണ്. സോറിക് നേച്ചർ ആയിട്ടുള്ള കുട്ടിയാണ്. എസ്പെഷ്യലി അഡാപ്റ്റഡ് ടു കംപ്ലൈൻസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൈൽഡ്ഹുഡ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൈൽഡ്ഹുഡ്സിൽ ഈ ബരൈറ്റ കാർബ് പേഷ്യൻസിന് കുട്ടിക്ക് ധാരാളം കംപ്ലൈൻസ് ഉണ്ടായിരിക്കും. മെമ്മറി വളരെ കുറവാണ് ബരൈറ്റ കാർബ് ചൈൽഡ്. അപ്പൊ നമ്മൾ ഈ മെമ്മറി ഈ ബരൈറ്റ കാർബിന്റെ ഒരു ടെന്നം പൊട്ടൻസി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മെമ്മറി ഡെഫിഷ്യൻസി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഫർഗറ്റ്ഫുൾ, പെട്ടെന്ന് എല്ലാം മറന്നുപോകും. പിന്നെ ഇൻഅറ്റൻറ്റീവ് ആണ്. അത് സ്കൂളിലെ സാറുമാര് നമ്മൾ പേരൻസിന്റെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോ പേരൻസിന്റെ ഒക്കെ പറയും, ഈ കുട്ടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, ഞാൻ പഠിപ്പിക്കുന്നത് അറ്റൻഡ് ചെയ്യുന്നില്ല, ഞാൻ പഠിപ്പിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഒരു ഇഡിയോട്ടിക് ചൈൽഡ് ആയിരിക്കും അത്, ഇഡിയോട്ടിക് ചൈൽഡ് ആയിരിക്കും. പിന്നെ ഈ കുട്ടിക്ക് മിക്കവാറും ഉണ്ടാകാവുന്ന ഒരു രോഗം എന്താന്ന് വെച്ചാൽ സ്ക്രോഫുലസ് ആയിരിക്കും. സ്ക്രോഫുലസ് ചൈൽഡ് ആയിരിക്കും. അപ്പൊ സ്ക്രോഫുലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയത്തില്ലേ കണ്ഠമാല എന്നൊക്കെ പറയത്തില്ല. അതായത് ഈ ഗ്ലാൻഡ് ഒക്കെ നമ്മളെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഗ്ലാൻഡ്സ് ഒക്കെ സ്വെല്ല് ബരൈറ്റ കാർബ് പേര്. അതൊക്കെ നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ട് ഒത്തിരി നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാം. ഗ്രോത്ത് വളരെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും. ഗ്രോത്ത് ഉണ്ടാവില്ല. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി ഈ കുട്ടികൾ വീക്കായിരിക്കും. ഈ കുട്ടികൾക്ക് എപ്പോഴും ഈ ക്വിൻസി, അതായത് ഈ ഗ്ലാൻഡുലാർ ഡിസീസസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കോൾഡ് പെട്ടെന്ന് പിടിക്കും. അതായത് വെളിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ സ്കൂട്ടറിലോ എല്ലായിടത്തും വെളിയിലോട്ടൊക്കെ സിനിമയായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ജലദോഷവും തുമ്മലും പനിയും എല്ലാം ഉണ്ടായിരിക്കും. ഈവൻ ദി ലീസ്റ്റ് കോൾഡ് ഹാവ് ആൻ അറ്റാക്ക് ഓഫ് ടോൺസിലൈറ്റിസ്. അതുകൊണ്ടാണ് ബരൈറ്റ കാർബ് നമ്മൾ ടോൺസിലൈറ്റിസിന് ധാരാളം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അതായത് ലീസ്റ്റ് തണുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ആ ടോൺസിലൈറ്റിസ് ഇൻഫ്ലൈം ചെയ്യും. ദാറ്റ് ഈസ് പ്രോൺ ടു സപ്പറേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്ത് എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ബരൈറ്റ കാർബ് ചൈൽഡ് ഷൈ വൈൽ സീയിങ് ദ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ വളരെ ഷൈ ആയിരിക്കും ഈ കുട്ടികൾ. പിന്നെ ഈ സെർവിക്കൽ ഗ്ലാൻഡ് അതും ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ബരൈറ്റ കാർബ് കുട്ടികളാണെങ്കിൽ പോലും ചിലപ്പം ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് ഉണ്ടാവും ബരൈറ്റ കാർബ് പേഷ്യൻസ്. അത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ വേറെ ഒരു പ്രത്യേകത ഈ കുട്ടിക്കുള്ളത് എന്താന്ന് വെച്ചാൽ ഈ നഖം കടിക്കും. അതൊരു ഷൈനസിനെ കാണിക്കുന്നതാണ്, നഖം കടിക്കും. അതാണ് ബരൈറ്റ കാർബിന്റെ. പിന്നെ ഈ കുട്ടി ഒരിക്കലും തണുത്ത വെള്ളത്തിൽ കുളിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. ആ കുട്ടിക്ക് എപ്പോഴും ചൂടുവെള്ളം വേണം. അതാണ് ബരൈറ്റ കാർബിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ്,
അടുത്തത് നമുക്ക് പോകാൻ പറ്റുന്നത് അർജന്റൻ നൈട്രിക്കമാണ്. അർജന്റൻ നൈട്രിക്കം. അർജന്റൻ നൈട്രിക്കം എന്ന് പറയുന്നത് ആ കുട്ടികൾ നമ്മളോട് അടുക്കുകയോ അതേസമയം വിഡ്രോ ചെയ്യുകയോ ചെയ്യാം. രണ്ടിനും ഉള്ള ചാൻസ് ഉണ്ട് ഈ അർജന്റൻ നൈട്രിക്കം ചൈൽഡിന്. ഇപ്പൊ മറ്റേത് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞപ്പോൾ ഹൈപ്പോ ആക്റ്റീവ് എന്ന് പറഞ്ഞപ്പം ബെറ്റ കാർബ് ഹൈപ്പോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ അർജന്റൻ നൈട്രിക്കം കുട്ടികള് ഹൈപ്പർ ആക്റ്റീവ്. അവിടെ ചാടി ഇവിടെ ചാടി അത് ചെയ്ത് പക്ഷേ വേറൊരു പ്രത്യേകതയുള്ള എന്താന്ന് വെച്ചാൽ നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. ഒരിക്കലും നശിപ്പിക്കില്ല സാധനങ്ങൾ. അതായത് ഒരു സിഫിലിറ്റിക് ടെൻഡൻസി അല്ല, നശിപ്പിക്കില്ല. പിന്നെ മുഖത്ത് നോക്കുവാണെങ്കിൽ കുട്ടിക്ക് എപ്പോഴും ഉള്ള പ്രായത്തിനെക്കാട്ടിലും കൂടുതലായി നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഒരു ഓൾഡ് മാൻ ലുക്ക് ഈ കുട്ടിയുടെ, അതായത് ഒരു 5 വയസ്സ് ഉള്ള കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ 10 വയസ്സായ കുട്ടിയുടെ പോലെ ഇരിക്കും. പിന്നെ ഇമാസിയേഷൻ ഉണ്ടായിരിക്കും. ഇമാസിയേഷൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, വേസ്റ്റിംഗ്. അത് ഈ അർജന്റൻ നൈട്രിക്കം കുട്ടികൾക്കുള്ളതാണ്. അത് കൂടുതലും കാണുന്നത് ലോവർ എക്സ്ട്രിമിറ്റീസിലാണ് കൂടുതലും കാണുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത, അർജന്റൻ നൈട്രിക്കം കുട്ടികൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. ഇപ്പൊ പഠിക്കാനായിട്ട് ഇരുന്നാൽ പോലും അമ്മയോ അച്ഛനോ അടുത്തിരുന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ അർജന്റൻ നൈട്രിക്കം കുട്ടികൾ പഠിക്കത്തുള്ളൂ. ദേ വാണ്ട് ആൾവേസ് സപ്പോർട്ടിങ്, അത് വേണം. പിന്നെ വേറെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനായിട്ട് ഈ കുട്ടി പോകുമ്പോഴും ഒരു ഹറിനെസ് നമുക്ക് നോട്ട് ചെയ്യാം. ഹറിനെസ്. സ്കൂളിൽ പോകാൻ നേരത്ത് അമ്മയെ സ്ലൈറ്റ് കണ്ടി, അമ്മയെ പുസ്തകം കണ്ടില്ല, അമ്മ അത് കണ്ടില്ല, അമ്മ ഇത് കണ്ടില്ല, എൻ്റെ പെൻസിൽ എന്തിയേ എന്നൊക്കെ പറഞ്ഞൊരു ഹറി ഉണ്ടായിരിക്കും. അപ്പോയിൻമെന്റ്. ആ സമയത്ത് തന്നെ ഈ കുട്ടി പറയും എനിക്ക് കക്കൂസിൽ പോകണമെന്ന് പറയും. അതാണ് അർജന്റൻ നൈട്രിക്കത്തിന്റെ ആ ഹറീനസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബാത്റൂമിൽ പോകേണ്ടി വരും. അത് അതിന്റെ മൂത്രമൊഴിക്കാനോ ഇല്ലെങ്കിൽ കക്കൂസിൽ പോകാനോ ഒക്കെ വരും. പിന്നെ വേറൊരു പ്രത്യേകത നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അർജന്റൻ നൈട്രിക്കം ക്ലപ്റ്റോമാനിയ ഉണ്ട്. ഈ ക്ലപ്റ്റോമാനിയ എന്ന് പറയുന്നത് എൻ്റെ ശരിയാണെങ്കിൽ, ക്ലപ്റ്റോമാനിയ എന്ന് പറഞ്ഞാല് അടുത്തിരിക്കുന്ന കുട്ടിയുടെ പെൻസിലും ബോക്സിൽ ഇരിക്കുന്നതും എല്ലാം ചൂണ്ടും അവരറിയാതെ. അതാണ് ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഭീരുവാണ്. അതുപോലെ തന്നെ ഈ കുട്ടിയെ കൊണ്ട് ഒരിക്കലും ഈ ക്രൗഡിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, ഭയങ്കര ക്രൗഡാണ്, അങ്ങോട്ടേക്ക് കുട്ടിയെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. കുട്ടി വല്ലാതെ അസ്വസ്ഥമാണ്. അതാണ് അർജന്റൻ നൈട്രിക്കത്തിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ അടുത്തത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്, ക്രേവിങ് ഫോർ ഷുഗർ, സാൾട്ട് ആൻഡ് ഐസ്ക്രീം. ഇത് മൂന്നും ഈ കുട്ടിക്ക് ഭയങ്കര ക്രേവിങ് ആയി. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അർജന്റൻ നൈട്രിക്കം പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ ഈ കുട്ടി ഹോട്ട് പേഷ്യൻ്റ് ആണ്. തണുത്ത വെള്ളത്തിലൊക്കെ കുളിക്കും. മറ്റേ നമ്മൾ ബരേറ്റ കാർബ് പറഞ്ഞില്ലേ, തണുത്ത വെള്ളത്തിൽ കുളിക്കത്തില്ല. പക്ഷെ അതേസമയം അർജന്റൻ നൈട്രിക്കം അങ്ങനെയല്ല, തണുത്ത വെള്ളത്തിൽ കുളിക്കും. പിന്നെ നെക്സ്റ്റ് കാൽക്കേരിയ കാർബാണ്. കാൽക്കേരിയ കാർബ് നമ്മള് ഈ കോളേജിൽ ചെല്ലുന്ന അന്ന് തൊട്ട് പഠിക്കുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം കാൽക്കേരിയ കാർബിനെ കുറിച്ച്. കാൽക്കേരിയ കാർബിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വിഡ്രോയിങ് ടൈപ്പാണ്. വിഡ്രോയിങ് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലിനിക്കിലൊക്കെ വന്നാലും ഒരു അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കും. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആണ് കേട്ടോ ഈ കുട്ടികൾ. ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഈ വണ്ണമൊക്കെ ഉണ്ടെങ്കിലും കുട്ടികള് ഹൈപ്പർ ആക്റ്റീവ് ആണ്. പിന്നെ ദേഹപ്രകൃതി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അത് ഫാറ്റാണ്, ഫ്ലാബിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ ഒരു സോറി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കാൽക്കേരിയ കാർബ്. അത് ഈ പേടിയാണ് ഈ കുട്ടിക്ക്, ടിമിഡാണ്.
പേടി വീക്കാണ്, മെന്റലി വീക്കാണ്, പേടിയാണ്. പിന്നെ ഈസിലി ടയേർഡ്. ഒരു കാര്യം ഈ ബോഡി കൊണ്ട് ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും അത് ടയേർഡായിരിക്കും, പെട്ടെന്ന് ടയേർഡാവും. അതും കാൽക്കേരിയ കാർബ്. അതുകൊണ്ടാണ് മറ്റു കുട്ടികള് പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കുമ്പോ കാൽക്കേരിയ കാർബ് കുട്ടി വെറുതെ തിണ്ണയിലിരിക്കത്തേ ഉള്ളൂ, അത് കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷേ വേറെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് കാൽക്കേരിയ കാർബ് ചൈൽഡ്. അതെന്താന്ന് വെച്ചാൽ ഈസ് ഹൈലി ഇന്റലിജന്റ്. അത് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഇങ്ങനെയുള്ള കാൽക്കേരിയ കാർബ് കുട്ടികള് ഞാൻ ഒത്തിരി കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഉടൻ ചോദിക്കും, ഈ കുട്ടി പഠിക്കാൻ എങ്ങനെയുണ്ട്? ആ ഡോക്ടറെ, അവൻ പഠിക്കാൻ മിടുക്കന. പക്ഷേ ഈ മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയി കളിക്കുക. അതാണ് ഈ കാൽക്കേരിയ കാർബ് കുട്ടികളുടെ ഒരു പ്രത്യേകത. പിന്നെ വേറെ കാൽക്കേരിയ കാർബ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് വേറെ ഒരു ഇതുണ്ട്. പച്ചവെള്ളം കുടിച്ചാലും കാൽക്കേരിയ കാർബ് കുട്ടികൾ വണ്ണം വയ്ക്കും. അതാണ് വേറെ പ്രത്യേകത. പച്ചവെള്ളം വെച്ചാൽ അവർക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? ചോറാണ്, സ്റ്റാർച്ചാണ്. അവർക്ക് 3 നേരം ചോറുണ്ണും. അപ്പൊ സ്റ്റാർച്ച് എല്ലാം കൂടെ ചെന്ന് ഒത്തിരി വണ്ണവും വെക്കും. അതാണ് അതിന്റെ ഡിസ്പോസ്ഡ് ഗ്രോ ഫാറ്റ്. അതായത് ഈ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് മുഴുവൻ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഈ കാൽക്കേരിയ കാർബിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇവരുടെ മുഖത്ത് നോക്കുകയാണെങ്കിൽ ചിൽഡ്രൻ വിത്ത് റെഡ് ഫേസ്, ചുമപ്പായിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിന് ഞാൻ എന്താ പറയണ്ടേ, ഒരു രക്തമയം ഈ കുട്ടികളുടെ മുഖത്തുണ്ടായിരിക്കും. അത് നമുക്കറിയാം. ബെർഡോണയുടെ ക്രോണിക്ക എന്ന് പറയത്തില്ലേ കാൽക്കേരിയ കാർബ്. ഈ കഞ്ചഷൻ ഈ കാൽക്കേരിയ കാർബിന്റെ ഫേസിലുണ്ട്. അതുപോലെ ഫ്ലാബി മസിൽസ്. ഇങ്ങനെ നമ്മളിങ്ങനെ മസിലിലൊക്കെ പിടിച്ചു നോക്കുകയാണെങ്കിൽ ബുളുബുളാന്നിരിക്കും. അത് ഈ കാൽക്കേരിയ കാർബിന്റെ പ്രത്യേകതയാണ്. പിന്നെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും, ദേഹം ആസകലം സ്വെറ്റ് ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് തണുപ്പ് പിടിക്കും. അതാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാകും. ഇത് നമ്മള് ഈ ഫ്ലാബി മസിൽസ് പറയുന്നില്ലേ, ഈ ഫ്ലാബി മസിൽസ് എൻ്റെ ഒരു അനുഭവത്തില് ഈ പൾസാറ്റില പേഷ്യൻസിനും ഉണ്ട് ഇതുപോലെ തന്നെ ഫ്ലാബി മസിൽസ് ഉണ്ട്. ഈ കാൽക്കേരിയ കാർബിന്റെ ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഇവരുടെ തല കുറച്ച് വലിപ്പമായിരിക്കും, മറ്റുള്ള കുട്ടികളെക്കാട്ടിലും തല കുറച്ച് വലിപ്പം ഉള്ള. മാത്രമല്ല വയറും ഉണ്ടാവും, അബ്ഡോമൻ, ലാർജ് ഹെഡ് ആൻഡ് അബ്ഡോമൻ. അതുപോലെ തന്നെ കുഞ്ഞിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോണ്ടനല അവിടെ അത് പതിപ്പെന്ന് നമ്മൾ പറയില്ലേ, പതിപ്പ്, അത് പെട്ടെന്ന് കൂടിച്ചേരത്തില്ല. ചില കുട്ടികളെ കൊണ്ടുവരുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് 3 വയസ്സായിട്ടുള്ള കുട്ടികളുടെ പോലും പതിപ്പ് ഉറയ്ക്കാത്ത കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്കുണ്ടല്ലോ, കാൽക്കേരിയ കാർബ് കൊടുത്ത് നമുക്ക് അത് ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ സൂച്ചേഴ്സ് ഓപ്പൺ, ഈ സൂച്ചേഴ്സ് ഒക്കെ ഓപ്പൺ സൂച്ചേഴ്സ് ആയിരിക്കും. ബോണ് നമ്മളിങ്ങനെ കയ്യെ പിടിച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടായ ഒരു ബലവും കാണത്തില്ല, സോഫ്റ്റ്. ആൻഡ് പിന്നെ ഇത് ബോണ് വളരെ സാവധാനത്തിൽ ഡെവലപ്പ് ചെയ്യും. അതാണ് കാൽക്കേരിയ കാർബിന്റെ ഒരു പ്രത്യേകത. പെൺകുട്ടികളാണെങ്കിൽ അവര് ഫ്ലഷി ആയിരിക്കും. എനിക്ക് എൻ്റെ ആ പടം ഇവിടെ കണ്ട് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ ഇതിലൂടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ ഞാനത് കാണിച്ചു തരാം. കാൽക്കേരിയ കാർബ് ചിൽഡ്രൻസ് ഇങ്ങനെ എന്താ പറയണ്ടേ, ഒരു ഫ്ലഷി ടൈപ്പ് ആണ് കാൽക്കേരിയ കാർബ്, എസ്പെഷ്യലി പെൺകുട്ടികള്. പ്ലത്തോറിക്, തടിച്ച പ്രകൃതമായിരിക്കും കാൽക്കേരിയ കാർബിന്റെ. പ്ലത്തോറിക്. പിന്നെ വളരെ പെട്ടെന്ന് വളരും. നോക്കി നിൽക്കുമ്പം ഈ കാൽക്കേരിയ കാർബ് പെൺകുട്ടികൾ വളരും.
അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഈ ഡെന്റിഷൻ, അതായത് നമ്മൾ മൈൽ സ്റ്റോൺ പറഞ്ഞപ്പോ ഈ ഡെന്റിഷൻ പല്ല് വരുന്നത് വളരെ താമസിച്ചായിരിക്കും ഈ കാൽക്കരിയ കാർബ് കുട്ടികൾക്ക്. പിന്നെ അറിയാമല്ലോ, ഹെഡ് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. അത് കാൽക്കരിയ കാർബിന്റെ പ്രത്യേകതയാണ്. ഈ ഞാൻ നോക്കിയിട്ട് കാൽക്കരിയ കാർബിന്റെ അത് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് സ്വെറ്റിംഗ് ആണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. അതേസമയം പാർഷ്യൽ സ്വെറ്റിംഗ്, അതായത് ഹെഡ് മാത്രം കൂടുതൽ സെറ്റ് ചെയ്യുന്ന അത് മിക്കവാറും സിലീഷ്യയാണ്. പക്ഷെ സിലീഷ്യം കാൽക്കേരിയ കാർബും കൂടെ നമുക്ക് വേർതിരിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് തടിച്ച പ്രകൃതമാണ് എങ്കിൽ കാൽക്കേരിയ കാർബും സ്ഥൂല ശരീരം ആണ് എങ്കിൽ അത് സിലീഷ്യയായിട്ട് നമുക്ക് വേർതിരിക്കാം. ഞാൻ സൈലീഷ്യയിലേക്ക് വരുമ്പം ഞാനിത് പറയാം. ആണെങ്കിൽ സിലീഷ്യ ഹെഡ് നന്നായിട്ട് സ്വെറ്റ് ചെയ്യും ഹെഡ് സിലീഷ്യ. പിന്നെ ഈ കുട്ടികള് രാത്രിയിലുണ്ടല്ലോ, രാത്രിയില് പല പ്രാവശ്യം ഉണരും ഫ്രീക്വന്റ്ലി. അവരുടെ ഉറക്കം ശരിയാവത്തില്ല. ഫ്രീക്വന്റ്ലി വേക്സ് അറ്റ് നൈറ്റ്. റെസ്റ്റ്ലെസ് സ്ലീപ്പാണ് ഇവരുടെ. ഈ ബെഡിലൊക്കെ കിടന്ന് ചുമ്മാ ഉരുളും. ഒരു സ്ഥലത്തത് നമ്മൾ കൊണ്ട് കിടത്തുവാണെങ്കിൽ അതെങ്ങനെ ഉരുണ്ടുകൊണ്ടേയിരിക്കും. അതേസമയം ഡേ ടൈമില് ഈ കുട്ടി സുഖമായിട്ട് കിടന്നോക്കും. സൗണ്ട് സ്ലീപ്പ് ഡ്യൂറിങ് ഡേ ടൈം. അതുപോലെ തന്നെ ഈ സ്ലീപ്പ് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ആ കുട്ടിയെ തൊടുകയോ പിടിക്കുകയോ വല്ലതും ചെയ്താൽ ആ കുട്ടി സമ്മതിക്കത്തില്ല. അതാണ് ആ കുട്ടിയുടെ പ്രത്യേകത. പിന്നെ ഈ കാൽക്കേരിയ കാർബ് ഒരു പ്രത്യേകതയുണ്ട്. കാൽക്കേരിയ കാർബല്ലേ, കാൽക്കേരിയ കാർബ് എന്ന് പറയുമ്പം വാസ്തവത്തിൽ ഇത് ചില്ലിയാണോ ഹോട്ടാണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ അത് ഞാനത് ഹോട്ട് പേഷ്യന്റ് ഇതിനകത്താണ് എടുക്കുന്നത്. പക്ഷേ ഈ കാൽക്കേരിയ കാർബ് കുട്ടികള് ഇങ്ങനെ സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിപ്പിക്കാൻ നോക്കി തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഈ കുട്ടി സമ്മതിക്കും. ചില്ലിയാണ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഇത് അതും കൂടെ മനസ്സിൽ വെച്ചോണം. ഹോട്ടാണ് സ്വെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഹോട്ടായിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി ഈ കാൽക്കേരിയ കാർബ് കുട്ടികൾ ചില്ലിയാണ്. പിന്നെ ഈ കുട്ടികൾക്ക് കാൽക്കേരിയ കാർബ് കുട്ടികൾക്ക് ഈ ചില കാര്യങ്ങൾ അലർജി ആയിട്ടുണ്ട്. അതൊന്നും എന്താന്ന് വെച്ചാൽ ഡസ്റ്റ് അലർജിയാണ്. അതുപോലെ തന്നെ മസ്കിറ്റോ കോയിൽ, അതായത് കൊതുകിനെ ഓടിക്കാനുള്ള ഏത് സാധനവും കാൽക്കേരിയ കാർബ് കുട്ടികൾക്ക് അലർജിയാണ്. പിന്നെ ഉള്ളത് മിൽക്കാണ്. മിൽക്ക് കൊടുത്താൽ ഈ കുട്ടികൾക്ക് അസുഖങ്ങൾ വരും. എഗ്ഗിനോട് ഭയങ്കര ഇഷ്ടവുമായി. അതാണ് ഈ കുട്ടികളുടെ വേറെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് കാൽക്കേരിയ കാർബായി. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ലൈക്കോപോഡിയത്തിലേക്കാണ്. ഈ ലൈക്കോപോഡിയം കുട്ടികളും ഇതുപോലെ തന്നെ വിഡ്രോയിങ് ടൈപ്പാണ്. പെട്ടെന്ന് കയറി അടുക്കുകയില്ല. ഹൈപ്പർ ആക്റ്റീവാണ്, ആക്ടിവിറ്റീസ് കൂടുതലാണ്. പക്ഷെ ആ കുട്ടികളും നോൺ ഡിസ്ട്രക്റ്റീവാണ്. ഒന്നും ഒരു സാധനം അങ്ങനെ നശിപ്പിക്കുകയോ ഒന്നുമില്ല. പക്ഷെ ഇന്റലക്ച്വലി കീൻ, അത് ഇതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്കോപോഡിയം കുട്ടികളെ ഇന്റലക്ച്വലി കീൻ ബട്ട് ഫിസിക്കലി വീക്ക്. അതാണ് ഇതിനകത്ത് പോയിന്റ്. ഇന്റലക്ച്വലി കീൻ ബട്ട് ഫിസിക്കലി വീക്ക്. പിന്നെന്താ അടുത്തത്? അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി ഇമാസിയേറ്റഡ്. ചെസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊരു ഇമാസിയേഷൻ പോലെ ഇരിക്കും. ഇമാസിയേറ്റഡ്. ലോവർ പാർട്ട് അതേസമയം ഒരു സെമി ഡ്രോപ്സിക്കൽ കണ്ടീഷനായി. ഫിസിക്കലാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന രോഗങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ലങ് അഫക്ഷനും അതുപോലെ തന്നെ ഹെപ്പാറ്റിക് അഫക്ഷനുമാണ് ഭാവിയിൽ ഈ കുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഹെപ്പാറ്റിക് അഫക്ഷനും ലങ് അഫക്ഷനുമാണ്. അതായത് ഇപ്പോ
നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ലൈക്കോപോഡിയം എന്ന് പറയുന്നത് ഒരു ലിവർ റെമഡിയാണ്, വണ്ടർഫുൾ ലിവർ റെമഡിയാണ്. ചിൽഡ്രൻസ് വീക്ക് ഇമാസിയേറ്റഡ് ആൻഡ് വെൽ ഡെവലപ്ഡ് ഹെഡ് ആണ് ഈ ലൈക്കോപോഡിയത്തിന്റെ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. their head is puny. puny എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ തലയായിരിക്കും. അതേസമയം കാൽക്കേരിയ കാർബിന്റെ എന്താ, വലിയ തലയായിരിക്കും. ഈ ലൈക്കോപോഡിയത്തിന്റെ ചെറിയ തലയായിരിക്കും. സിക്ലി ബോഡീസ്, ഒരു രോഗാതുരമായ ശരീരമാണ്. പിന്നെ ഈ കുട്ടി ക്രൈസ് ഓൾ ദി ഡേ, എല്ലാ ദിവസവും. പകല് ഭയങ്കര കരച്ചിലായിരിക്കും, പക്ഷെ രാത്രി കിടന്നുറങ്ങും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് എയിൽമെന്റ്സ് ഫ്രം ഫ്രൈറ്റ്, പേടിയിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ, ദേഷ്യത്തിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ, പിന്നെ മോർട്ടിഫിക്കേഷനിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ, അതെല്ലാം ഈ ലൈക്കോപോഡിയം പേഷ്യൻസിന് ഉണ്ടാവും. അതായത് ഈ മോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞാല് അത് മോർട്ടിഫിക്കേഷൻ പറഞ്ഞു പോയാൽ ശരിയാവത്തില്ലല്ലോ. അപമാനത്തിൽ നിന്ന് ഈ കുട്ടിക്ക് രോഗം വരും, അപമാനത്തിൽ നിന്ന്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശല്യം, വിഷമം ഉണ്ടാക്കുന്നു കുട്ടികൾക്ക്, അതിൽ നിന്നും രോഗങ്ങൾ വരും ലൈക്കോപോഡിയം. പിന്നെ അടുത്തത് ആങ്കർ മോർട്ടിഫിക്കേഷൻ, എക്സേഷൻ വിത്ത് ഇറിറ്റബിൾ ആയിരിക്കും ഈ കുട്ടികൾ. ഇറിറ്റബിൾ ആണ്, എപ്പോഴും ഒരു ഇറിറ്റബിലിറ്റി ഉണ്ട് ഈ കുട്ടികൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരു പീവിഷ് ടൈപ്പാണ്. പീവിഷ് ടൈപ്പ് എന്ന് പറഞ്ഞാല് ഒരു പുച്ഛ സ്വഭാവം എപ്പോഴും ഉണ്ടാവും. ഈ പീവിഷ്, അതിന്റെ ഡിക്ഷണറി മീനിങ് ആണ് ഇത് പീവിഷ് എന്നുള്ളത്. പീവിഷ് ആൻഡ് ക്രോസ്, എപ്പോഴും ശല്യം, എപ്പോഴും ഇങ്ങനെ ക്രോസ് എന്ന് വെച്ചാൽ ഇങ്ങനെ, അത് ഇങ്ങനെ ക്രോസ്, എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും വേണം, അത് വേണം, ഇത് വേണം. അതെല്ലാം ഈ കുട്ടികൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. മറ്റു എക്സേഷൻ ഇറിറ്റബിൾ ആണ്, പീവിഷ് ആണ്, ക്രോസ് ഓൺ വാക്കിംഗ്, അഗ്ലി ആണ്. അങ്ങനെ ഒരു ഒരു വൃത്തി ഉള്ള ഒരു കുട്ടി അല്ല. കിക്ക് ആൻഡ് സ്ക്രീൻ, എന്ത് കൊണ്ടെങ്കിലും എടുത്ത് വലിച്ചെറിയുകയും ചുമ്മാ കിടന്ന് കരയുകയും ചെയ്യും. ഈസിലി ആംഗേർഡ്, പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ടാകും, എന്താണെന്ന് വെച്ചാല് കനോട്ട് എൻഡ്യൂർ ഒപ്പോസിഷൻ. അതായത് ഒരു ഒപ്പോസിഷൻ വന്നാൽ ആ ഒപ്പോസിഷനെ സഹിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ നമ്മള് മറ്റേ വലിയ ആൾക്കാരുടെ അഡൽട്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോ അവര് ഈ ലൈക്കോപോഡിയം പേഷ്യൻസ് വീട്ടില് ഭയങ്കര വഴക്കാം, എപ്പോഴും വഴക്കായിരിക്കും. ഭാര്യയായിട്ടും മക്കളായിട്ടും എപ്പോഴും വഴക്കായിരിക്കും. പക്ഷേ വെളിയില് നാട്ടുകാരുടെ ഇടയിൽ വളരെ നല്ല മനുഷ്യനാണ്. അതാണ് ലൈക്കോപോഡിയത്തിന്റെ ഒരു പ്രത്യേകത. നിങ്ങളുടെ മനസ്സിൽ വെച്ചു, അങ്ങനെ ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് ഈ ലൈക്കോപോഡിയത്തിനുണ്ട്. എന്താന്ന് വെച്ചാല് ഈ വഴക്ക് ചെന്ന് വാങ്ങിക്കും, ഡിസ്പ്യൂട്ട്സ്, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിക്കും. അതാണ് ലൈക്കോപോഡിയത്തിന്റെ ഒരു പ്രത്യേകത. ഈ കുട്ടികളുടെ സ്കൂളിലുമൊക്കെ അങ്ങനെയാണ്. അവൻ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞു, weeps all the day, cannot calm herself, very sensitive, even cries
വെൻ താങ്ക്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അത് നമ്മുടെ റെപ്പർട്ടറിക്കകത്ത് കിടക്കും. ഒരേ ഒരു മരുന്നേ ഉള്ളൂ റെപ്പർട്ടറിക്ക്. ക്രൈസ്റ്റ് വെൻ താങ്ക്. ദാറ്റ് ഈസ് ലൈഫ് ഓഫ് ബോഡി. പിന്നെ അത് വിദ്വാന് വേറൊരു പ്രത്യേകമുണ്ട്. ഈ കൊച്ചുകുട്ടികളെ നിങ്ങൾ ഒറ്റയ്ക്കൊരു മുറി കിടക്കത്തില്ല. അങ്ങനത്തെ പല കുട്ടികളും ഉണ്ട്. അവർക്ക് ഫിയറാണ്, ഫിയർ ഓഫ് ബീയിങ് എലോൺ. കുട്ടികൾ ഒറ്റയ്ക്ക് കിടക്കത്തില്ല. അതാണ് ലൈക്കോപോഡിയം കുട്ടികളുടെ ഒരു പ്രത്യേകത. എപ്പോഴും പേരൻസിന്റെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. രാത്രി കൊണ്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് അവിടെ കൊണ്ട് കിടത്തിയാലുണ്ടല്ലോ, 10 മിനിറ്റ് കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് അമ്മയുടെ കയ്യിലേക്ക് വരും. അതാണ് പ്രത്യേകത. ഈ അർജന്റീനത്തിന്റെ പോലെ തന്നെയാണ് ഈ ലുക്സ് ഓൾഡർ ദാൻ ഹീസ്. അതും ലൈക്കോപോഡിയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇപ്പൊ ഉള്ള വയസ്സ് 3 വയസ്സാണെങ്കിൽ ഒരു 5 വയസ്സിന്റെയോ 6 വയസ്സിന്റെയോ പ്രായം തോന്നി. പിന്നെ തേഴ്സ്റ്റിയാണ്. തേഴ്സ്റ്റി ആണെങ്കിൽ ചൂടുവെള്ളം, തേഴ്സ്റ്റ് ഫോർ ഹോട്ട് വാട്ടർ ആണ്. പിന്നെ അതുകൂടാതെ ഗ്രീഡിയാണ് ചെയ്യുന്നത്. ഗ്രീഡിയാണ്, അതായത് അടുത്തിരിക്കുന്ന കുട്ടികളുടെ സാധനങ്ങളും ഒക്കെ എടുക്കാനും ഒക്കെ വ്യഗ്രത കാണിക്കും. ഗ്രീഡി ചായ ആണ്. ഇപ്പൊ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതെടുക്കും, ഇതെടുക്കും, അമ്മേ അത് വേണം, ഇത് വേണം എല്ലാം പറയും. അതൊക്കെ ഒരു ഗ്രീഡി ചൈൽഡിന്റെ ലക്ഷണമാണ്. അപ്പൊ നമ്മൾ ലൈക്കോപോഡിയം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ വരാൻ പോകുന്നത് മെഡോറിനമാണ്. മെഡോറിനത്തിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ, മെഡോറിനം ഒരു ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ്. അതായത് ഈ സൈക്കോട്ടിക് നേച്ചറിലെ മെയിൻ 2 മരുന്നാണ്, ഒന്ന് മെഡോറിനവും ഒന്ന് തൂജയും. നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല ഈ മെഡോറിനും തൂജയും. അത് ഞാൻ ഈ അഡൾട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ മെഡോറിനംകാരന് ഒരു ഭയവും ഇല്ല. അവൻ ആ കാര്യത്തിൽ ഇടപെടും, റൗഡിസം കാണിക്കും, ചിലപ്പം ഭീഷണിപ്പെടുത്തും, ഉപദ്രവിക്കും ഒക്കെ ചെയ്യും. മെഡോറിനം അവന് നേരെ പോകും. അവൻ്റെയൊക്കെ യാതൊരു വിധമായിട്ടുള്ള ഒരു അനുരഞ്ജനവും നടക്കത്തില്ല. അതാണ് ഈ മെഡോറിനം. സൈക്കോട്ടിക് നേച്ചറിലെ ഒരു പ്രത്യേക ടൈപ്പാണ്. അതേസമയം തൂജ അങ്ങനല്ല. തൂജയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവൻ കാൽക്കുലേറ്റീവ് ആൻഡ് ഷ്യൂഡ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും സൈക്കോട്ടിക് ആണ്. പക്ഷെ വൺ ഈസ് ഈ മെഡോറിനം ഈ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അവന് കുഴപ്പങ്ങളെല്ലാം കാണിക്കുകയാണെങ്കിൽ അവൻ നേരെ പോകും. അത് നമുക്ക് സമൂഹത്തിൽ കാണാൻ വഴക്കിടും. അതേസമയം തൂജ അങ്ങനല്ല. തൂജ എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കാൽക്കുലേറ്റീവ് ആൻഡ് ഷ്യൂഡ്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ശൈല ഡോക്ടർ ട്രാൻസ്ഫർ വാങ്ങിച്ച് ഒരു സ്ഥലത്തേക്ക് ചെന്നു. ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് കാസർഗോട്ട് ചെന്ന് ചാർജ് എല്ലാം എടുത്തു. ഇവിടെ വീടൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചു. വീടൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവിടുത്തെ ഒരു പ്യൂൺ വന്ന് പറയുവാണ്, ഡോക്ടറെ, ഇന്ന സ്ഥലത്തൊരു വീട് കിടക്കും, കിടപ്പുണ്ട്, നല്ല 1ാം ക്ലാസ് വീടാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, അതാണ് ഇതാണ്, അമ്പലം എടുത്തുണ്ട്, സ്കൂൾ എടുത്തുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഒന്ന് വന്ന് നോക്ക് എന്ന് പറയും. നമുക്കൊരുമിച്ച് പോകാമെന്ന് പറയും. അവിടെ ചെല്ലും, വീടുമൊക്കെ കാണിക്കും, എല്ലാം. എന്നിട്ട് എല്ലാം കഴിഞ്ഞു. അപ്പം അതിന്റെ ഓണറെ കണ്ടു, എല്ലാം കഴിഞ്ഞു. പക്ഷെ അത് കഴിയുമ്പം അതെല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞു കഴിയുമ്പം ഇവൻ പറയും, ഡോക്ടറെ 1 മാസത്തെ വാടക എനിക്ക് തരണം കേട്ടോ. ആ 1 മാസത്തെ വാടക ഡോക്ടറെ തട്ടിച്ച് വാങ്ങിക്കും. ആരൊക്കെയാണോ ഈ സർട്ടിഫിക്കറ്റ് തിരുത്താനായിട്ട് ഉള്ള പരിപാടി ചെയ്യുന്നത്, ആരൊക്കെയാണോ കൗണ്ടർ ഫിറ്റ് നോട്ട് അടിച്ചടിക്കുന്നത്, ഇതെല്ലാം തൂജക്കാരാണ്. മെഡോറിനംകാരങ്ങനെ. അതാണ് തൂജയും. അതായത് കാൽക്കുലേറ്റീവ് ആൻഡ് ഷ്യൂഡ്, അതാണ് അതിന് പറ്റിയ വാക്ക്. ഇത് മെഡോറിനത്തിന്റെ നമ്മൾ പറയുമ്പോൾ അപ്രോച്ചിങ് ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഡിസ്ട്രക്റ്റീവ് ആണ്.
അതുപോലെ തന്നെ ഈ മെഡോറിന പേഷ്യൻസ്, മെഡോറിന ആൾക്കാർ വലിയ പൊക്കം വെക്കുന്നത് ഉണ്ടകളായിരിക്കും. ഉണ്ട്. അത് നമ്മൾ പറയത്തില്ലേ, പൊക്കമില്ലാത്തവനെ വിശ്വസിക്കരുതെന്ന് പറയും. അത് മെഡോറിനത്തിന് അങ്ങനെയാണ്. ഒരു സ്റ്റണ്ടഡ് ഗ്രോത്ത് ആണ് ഈ മെഡോറിനം. ഫിയർലെസ് ആണ് അവന് ഭയം എന്താണെന്ന് അറിയാൻ മേല. അവന് ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് നമ്മുടെ വീട്ടിലോ നമ്മുടെ ക്ലിനിക്കിലോ ഒക്കെ വരുവാണെങ്കിൽ അവൻ നമ്മളോട് സംസാരിക്കാനൊന്നും ഒരു മടിയില്ല. അതാണ് മെഡോറിനത്തിന്റെ പ്രത്യേകത. പിന്നെ ഡിസ്ട്രക്റ്റീവ് ആണ് അവൻ. അതായത് ഈ പട്ടിയെയൊക്കെ ഉണ്ടല്ലോ അടിക്കുന്നതിനോ, ഇല്ലെങ്കിൽ പശുക്കളെ അടിക്കുന്നതിനോ, ഒരാളെ ഉപദ്രവിക്കുന്നതിനോ, സ്ട്രൈക്കിംഗ് അറ്റ് അനിമൽസ്, അവനൊരു പ്രശ്നമല്ല. അതാണ് മെഡോറിനത്തെ പ്രത്യേകത. അതായത് നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ ചില പിള്ളേർ കാണാൻ മേല, ചില തുമ്പിയൊക്കെ വന്ന് അതിലൂടെ പറന്നു കിടക്കുമ്പോൾ അതിനെ പിടിച്ച് ഇങ്ങനെ കീറി ഞെരിച്ച് ഡിസ്ട്രക്റ്റീവ് ആണ് പിന്നെ. അത് തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു കാർ വാങ്ങിച്ചു കൊടുത്തു, മറ്റേ ഇവന് വേറെ ഒരു തോക്കും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ആദ്യം കാറായിരിക്കും നോട്ടമിടുന്നത്. നോട്ടമിട്ട് അത് നശിപ്പിച്ചിട്ടേ അടങ്ങും. ഇളയ കുട്ടിയുടെ കാറ് നശിപ്പിക്കും. അതാണ് മെഡോറിനത്തിന്റെ പ്രത്യേകത. പിന്നെ ഈ തിയേഴ്സ് ഹിംസെൽഫ്, ഇതിന്റെ ഈ ഹെയർ ഒക്കെ ആണെങ്കിലോ ഇങ്ങനെ തലമുടിയെ പിടിച്ച് വലിക്കുക. ദേഷ്യം വന്നാൽ തലമുടിയെ പിടിച്ച് ഇങ്ങനെ വലിക്കും. അതാണ് ഈ മെഡോറിനത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ആൾക്കാരുടെ ദേഹത്തുണ്ടല്ലോ എന്തവാ കിട്ടുന്നെന്ന് വെച്ചാൽ എടുത്ത് വലിച്ചെടുക്കും. അതുമൊക്കെ മെഡോറിനം കുട്ടികളുടെ പ്രത്യേകതയാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആണ് അപ്പൊ മെഡോറിനം നമ്മൾ ഏതാണ്ട് കഴിഞ്ഞു. അടുത്തത് പൾസാറ്റിലെയാണ്. പൾസാറ്റിലേക്ക് സമയമുണ്ടോ സാറേ? 24, 6 മിനിറ്റ്. 6 മിനിറ്റേ ഉള്ളൂ. എന്നാൽ ഇതിനകത്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഞാൻ ഇതൊക്കെ എന്ന് പറഞ്ഞാലേ ഒരു 2 മണിക്കൂറൊക്കെ വേണം. അത് കുഴപ്പമില്ല, നമുക്ക് കുറേശ്ശെ ഓരോ ക്ലാസ് ആയിട്ട് പോവാം. ഇതിപ്പം 4-5 പറഞ്ഞല്ലോ. ഇനി എന്തുമാത്രം കിടക്കുന്നു? 2, 3, 4, 5, 6 പറഞ്ഞു. ഇനി നെക്സ്റ്റ് പൾസാറ്റിലാണ്. ആരെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഇപ്പൊ എത്ര പേരുണ്ട് ഡോക്ടറെ? 51 പേരുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ. അപ്പോ 25 5 മിനിറ്റേ ഉള്ളൂ ഇനി. ആർക്കെങ്കിലും എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഹരിഹരൻ ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നത്. എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഇതൊന്ന് ഓർത്തിരുന്നാൽ നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. പെട്ടെന്ന് ഇത് ഏത് പേഷ്യന്റ് ആണെന്നുള്ളത് ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത പോയിന്റുകളും ഒക്കെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ലൈക്കോപോഡിയം പേഷ്യന്റ് എങ്ങനെ ആയിരിക്കും, മെഡോറിന് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. അത് വളരെ ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടേഴ്സ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചൊന്നും അഭിപ്രായങ്ങളും സാറിനോട് എന്തെങ്കിലും സംശയങ്ങളോ നീ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറയണേ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. അമ്പാടി അമ്മയൊക്കെ ഉണ്ടല്ലോ. അമ്പാടി അമ്മയുണ്ട്, ശാന്താചന്ദ്രൻ മാഡം ഉണ്ട്, എല്ലാവർക്കും ഭദ്രൻ ഡോക്ടർ ഉണ്ട്. എക്സലന്റ്, ജയലളിത ഡോക്ടർ എക്സലന്റ് സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഓണാക്കി പറയാം, മെസ്സേജ് ഇടണമെന്നില്ല. ഹരി നല്ലതായിരുന്നു, നല്ല അസുഖമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അതുപോലെ തന്നെ നല്ല പറഞ്ഞു. അതുപോലെ തന്നെ അർജന്റീനത്തിൻ്റെ ചില ഇതൊക്കെ പുതുതായിട്ട് എനിക്ക് അറിഞ്ഞതായിരുന്നു. പിന്നെ കൽക്കരിയക്കാർപ്പൊക്കെ നമുക്ക് ഏകദേശമൊക്കെ അറിയാം. പിന്നെ നല്ലതായിരുന്നു. ഇനി വരണം കേട്ടോ. ഓക്കെ അമ്പാടിയമ്മ, സന്തോഷം. ഷീല ഡോക്ടർ. നമസ്കാരം ഹരിഹരൻ സാറേ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ഇലാബറേറ്റ് ആയിട്ട് തന്നെ ഈച്ച് ആൻഡ് എവറി പോയിന്റ്, എല്ലാ പോയിന്റും ഡോക്ടർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. കുറേയൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും കുറച്ചും കൂടെ അടുക്കും ചിട്ടയോടുകൂടി തന്നെ കുറേ കാര്യങ്ങൾ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ബാക്കി പാർട്ടും കൂടെ ഞങ്ങൾക്ക് കേൾക്കണം. നമുക്ക് ഒരു കുട്ടി വരുമ്പോൾ നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റണം അത് ഏത് ടൈപ്പാണെന്നുള്ളത്. അപ്പം
അങ്ങനെ തന്നെ വളരെ ഇലാബറേറ്റ് ആയിട്ട് തന്നെ ഡോക്ടർ നന്നായിട്ട് വിവരിച്ചു തന്നിട്ടുണ്ട്. വളരെ നന്ദി ഡോക്ടറെ. ബാക്കി ക്ലാസ്സിനും വെയിറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളതും കുറേ ഉണ്ടല്ലോ ഇനിയും. ഓക്കെ ഡോക്ടറെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഷീല ഡോക്ടറെ, സന്തോഷം. ഇനി ഇനി ആർക്കെങ്കിലും ക്ലാസ്സിനെ കുറിച്ച്? ഭദ്രൻ ഡോക്ടർ ഉണ്ടല്ലോ, ഭദ്രൻ ഡോക്ടർ ഒന്നും പറയുന്നില്ലേ? ഭദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആ കേക്കാം. ഹലോ. ആ ഹരിഹരൻ ഡോക്ടറെ ക്ലാസ് വളരെ നന്നായിരുന്നു. വളരെ എലാബറേറ്റ് ആയിട്ടുള്ളൊരു വേർഷൻ ആയിരുന്നു. പിന്നെ നമ്മളെ അടുത്ത സുഹൃത്തുക്കളാണ്. നമ്മൾ ഒരുമിച്ച് ബെൽഗാം കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അത് ശരി. അതെ അതെ അതെ, നമ്മൾ ഒരുമിച്ച് ബെൽഗാം കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. അത് മാത്രമല്ല നമ്മൾ ഒരേ മുറിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതെ 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 അതെ. വന്ന ഒരേ ദിവസം തന്നെ ഇങ്ങനെ എല്ലാം ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ആരും ശരി ശരി. ഞാൻ ഞാൻ മറന്നു പോകത്തില്ലല്ലോ. ഡോക്ടർ ഒരിക്കൽ എന്റെ വീട്ടിൽ വരികയും ചെയ്തല്ലേ കൊറോണ അതെ അതെ കാലത്ത്. അതെ കൊറോണ കാലത്തിന്റെ വീട്ടിൽ വന്ന് ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? 3-4 പേരും ഉണ്ടായിരുന്നു ഡോക്ടറെ കൂട്ടത്തിൽ. അതെ. എന്റെ മോനും പിന്നെ ആ, മോഹൻദാസ് ഡോക്ടർ എല്ലാം കൂടെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡോക്ടറിന്റെ അപ്രോച്ച്, കേസ് ടേക്കിങ്ങിന്റെ അപ്രോച്ച് വളരെ ഇഷ്ടപ്പെട്ടതെന്നാണ്. കാര്യം ധാരാളം ക്ലാസ് എടുത്തിട്ടുണ്ട്. അതില് നല്ലൊരു ക്ലാസ് ആയിരുന്നു നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഏതായാലും അതില് എല്ലാവർക്കും വളരെ കൂടുതൽ പ്രയോജനം കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ഒരു സംശയമില്ല. ഏതായാലും ഇത്തരത്തിലുള്ള നല്ല ക്ലാസ്സുകൾ എപ്പോഴും ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അത് നമുക്കൊരു സ്റ്റഡി വീണ്ടും നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ച ഒരു പ്രതീതി നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് വളരെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ടാകുന്ന വളരെ നന്നായിരിക്കും. വളരെ താങ്ക്സ് ഡോക്ടറെ. ഏതായാലും മേലിലും നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല ഡോക്ടറെ, തീർച്ചയായും. ഞാൻ വിചാരിക്കുന്നത് ഇത് മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തത് ഞാൻ ആസ്മയെ കുറിച്ച്, എൻ്റെ ഒരു ഫീൽഡാണ് ആസ്മ ആൻഡ് ബ്രോങ്കൈറ്റിസ് എൻ്റെ ഒരു ഫീൽഡാണ്. എനിക്ക് ധാരാളം കുട്ടികളും വലിയവരുമുണ്ട് ആസ്മ. അപ്പൊ ഓക്കെ, ഞാന് ഈ വളരെ സന്തോഷം. കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അവരിൽ അപ്ലൈ ചെയ്യുന്നത്? ഞാൻ തുറന്നു പറയാം. ഞാനൊരു സിംഗിൾ റെമഡിക്കാരനും അതുപോലെ ഒരു മൾട്ടിപ്പിൾ റെമഡിക്കാരനും ഒരു ടിഞ്ചേഴ്സ് കൊടുക്കുന്ന ആളുമാണ്. എപ്പോഴൊക്കെയാണോ സിംഗിൾ റെമഡി കൊടുക്കേണ്ടത് അപ്പോൾ സിംഗിൾ റെമഡി കൊടുക്കും. മൾട്ടിപ്പിൾ റെമഡി കൊടുക്കേണ്ടപ്പോൾ മൾട്ടിപ്പിൾ റെമഡി കൊടുക്കും. ടിഞ്ചേഴ്സ് ഉപയോഗിക്കേണ്ട സമയത്ത് ഞാൻ ടിഞ്ചേഴ്സ്. അതാണ് എൻ്റെ ഒരു പ്രാക്ടീസിന്റെ രീതി. അത് കുഴപ്പമില്ല ഡോക്ടറെ, കാരണം അവസരത്തിനൊത്ത് മാറണമല്ലോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രാക്ടീസ്. അത് ഞാൻ എന്താണോ ഇരിക്കുന്നത് അത് ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിന് സംശയമൊന്നുമില്ല. അപ്പൊ അടുത്ത ക്ലാസ് വളരെ സന്തോഷം. നാളെ വെക്കണമെന്ന് പറഞ്ഞാലും ഐ ആം റെഡി. ഒരാഴ്ച 3 ദിവസം എടുക്കണമെന്ന് പറഞ്ഞാലും ഐ ആം റെഡി. അപ്പൊ വളരെ സന്തോഷം. ഡിഫറെന്റ് സബ്ജക്ട് നിങ്ങൾ പറയുന്ന ഏത് സബ്ജക്റ്റും എനിക്ക് ഒരു പ്രിപ്പറേഷനും ആവശ്യമില്ല. പിന്നെന്താ വേണ്ടത്? ഇതാണല്ലോ നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഹരിഹരൻ ഡോക്ടറുടെ അറിവുകൾ മൊത്തം നമുക്ക് എന്താണ് തരാൻ വേണ്ടി, പകർന്നു നൽകാൻ വേണ്ടി ഹരിഹരൻ ഡോക്ടർ തയ്യാറാണ്. നമ്മളത് സ്വീകരിക്കാൻ വേണ്ടി നമ്മളും തയ്യാറാണ്. ഓക്കെ, അപ്പൊ ഈ ശാന്താചന്ദ്രൻ മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ശാന്താചന്ദ്രൻ മാഡം പറയാമോ? ഹലോ. ഡോക്ടറെ, ഗുഡ് ഈവനിങ് ഡോക്ടറെ. ഈ വർഷങ്ങൾക്ക് മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. നല്ല ഒരു ബുക്കാണ്. എത്രയോ വർഷങ്ങൾ പോയത് എനിക്ക് വളരെ മുമ്പേ കിട്ടിയൊരു ബുക്ക്. അതിൽ ഈ കൽക്കേരിയ കാർബ്, പൾസാറ്റില ഇവരുടെയൊക്കെ ഫോട്ടോയും കൂടെ ഉണ്ട്. അത് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും. ഒരു കോളം തിരിച്ചിട്ട് തേഴ്സ്റ്റി റെമഡി, തേഴ്സ്റ്റ്ലെസ്, ഹോട്ട്, അവരുടെ ക്രേവിങ്സ്, അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടറുടെ ഒരു ബുക്കുണ്ട്. വളരെ നല്ല ബുക്കാണ്. ഞാൻ അതിൽ നോക്കിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അത്തരം കോൺസ്റ്റിറ്റ്യൂഷനെ എനിക്ക് അറിയാവുള്ളൂ. അത് വളരെ പ്രയോജനമുള്ളൊരു ബുക്കായിരുന്നു അത്. ആ കാര്യം ഒന്ന് പറയാനായിരുന്നു. അപ്പോൾ താങ്ക് യു ഡോക്ടറെ. ഡോക്ടർ ഇത്രയും വില്ലിംഗ് ആയിട്ട് ക്ലാസ് ഇനിയും പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ഒരു ഭയങ്കര സന്തോഷം. താങ്ക് യു ഡോക്ടർ.
ഓക്കെ ശാന്തചന്ദ്രൻ മാഡം, വളരെ സന്തോഷം. ഇനി ജയലളിത ഡോക്ടർ കുറെ നേരം കൊണ്ട് മെസ്സേജ് ഒക്കെ ഇടുന്നു. ജയലളിത ഡോക്ടറെ ഈ ക്ലാസ് അല്ല അഭിപ്രായവും പറഞ്ഞ് നമ്മുടെ ഹരിഹരൻ ഡോക്ടർക്കുള്ള നന്ദി കൂടി പ്രകാശിപ്പിക്കാനായിട്ട് ഡോക്ടർ ജയലളിതയെ ക്ഷണിക്കും. ശൈല ഡോക്ടറെ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഹരിഹര സാറ് നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. സാറിനെ മുമ്പ് മുതലേ എനിക്കറിയാം. സാറിപ്പോ ശാന്തചന്ദ്രൻ ഡോക്ടർ പറഞ്ഞ പോലെ ആ ഒരു ബുക്ക് എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും സാറ് ഓരോ മെഡിസിനും തിരിച്ച് നന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ വീണ്ടും ഞാൻ ഇനിയും റെസ്പിറേറ്ററി കംപ്ലൈൻസിന്റെയും ബാക്കി ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും എത്രയും പെട്ടെന്ന് സാറ് വന്ന് ആ ക്ലാസ് ഒക്കെ എടുത്തു തരുമെന്നുള്ള ആഗ്രഹം സാറിനോട് പറയുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഈ ക്ലാസ് ഇത്ര ഭംഗിയിൽ എടുത്തു തന്ന ഹരിഹര സാറിന് ഒരുപാട് നന്ദി. അത് IAPHന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിന്റെയും ഹോമിയോപ്പതി സ്നേഹികളുടെയും പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. എത്രയും പെട്ടെന്ന് അടുത്ത ക്ലാസ്സുമായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടെ താങ്ക് യു. ഓക്കെ, വളരെ സന്തോഷം. അടുത്ത ക്ലാസ് ഡോക്ടർ ധനേഷ് പറയുന്ന ദിവസം തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ധനേഷ് ഡോക്ടർ പറയുന്നുണ്ടോ? ധനേഷ് ഡോക്ടർ എന്നത്തേക്കാണ് പറയുന്നത്? ധനേഷ് ഡോക്ടർ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച ഒരെണ്ണം വെക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ആഴ്ച ഇതില് ബാക്കി എല്ലാരും കേൾക്കാൻ ജിജ്ഞാസോടെ ഇരിക്കുകയാണ്, താല്പര്യമായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ നേരത്തെ സംസാരിച്ച് ധാരണയാക്കി വെച്ചിരിക്കുകയാണ്. ടച്ച് വിടാതെ ഒരുപാട്. അല്ല, സാറിന് അങ്ങനെ ടച്ചൊന്നും വിടത്തില്ല. എപ്പോ സാറിനല്ല കേൾക്കുന്നത് ഞങ്ങൾക്ക്. അങ്ങനെ ടച്ച് വിടാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ഹോമിയോപ്പതി വിഷയം എന്ന് പറഞ്ഞാല് സാറ് തന്നെ അടുപ്പിച്ച് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ആർക്കാണെങ്കിലും അത് ബോറടിക്കും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല നമുക്കത് കേൾക്കാൻ ഒരു ത്രില്ലുണ്ടാവും. ഇന്ന് സാറിന്റെ ആണ്, അത് നമുക്കൊന്ന് കയറാം. അങ്ങനെ ആൾക്കാർ വീണ്ടും പഴയ പോലെ നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരും. അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേ നമ്മുടെ ശ്രീധർകുമാർ സാറിന് പറ്റിയതുപോലെ വരും. അതുകൊണ്ട് സാറിന്റെ ഇപ്പൊ അകത്തി വെച്ചപ്പോഴത്തേക്ക് നല്ല ഡിമാൻഡായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഹരിഹരൻ സാറിന്റെയും ക്ലാസ്സുകൾ ആ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. എല്ലാവരും ഓക്കെ, അപ്പൊ അത് ധനേഷ് ഡോക്ടർ വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്യുക. നമുക്ക് 5 മിനിറ്റ് ഒരു 3-4 മിനിറ്റ് വൈകി. അപ്പൊ എന്തായാലും ഞങ്ങള് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കും. നല്ലൊരു സെഷൻ ആയിരുന്നു എന്തായാലും ഇന്ന്. ആ ഒരു നിറവോടെ നമുക്ക് ഇന്നത്തെ മലയാളം സെഷൻ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ സമയമായി. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം. താങ്ക് യു.